വാഴ്ത്തപ്പെടുന്ന തമ്പുരാന്റെ പൊൻകരത്തിൻ വൻകരുതൽ അനുഭവിച്ചിടുന്നു ഞാൻ അധികമാ. സന്നിത്യരാജ്യത്തിനംഗമായിടുവാൻ എന്നെയും വിളിച്ചു വേർതിരിച്ചുതാ. സന്നിത്യരാജ്യത്തിനംഗമായിടുവാൻ എന്നെയും വിളിച്ചു വേർതിരിച്ചുതാ. പാടിടും ഹല്ലേലൂയ ഗീതങ്ങൾ എന്നെ വീണ്ടെടുത്ത നാഥനായെന്നുമേ. ഇത്ര നല്ല സ്നേഹിതനായില്ല വേറെ ആരുമേ, എന്റെ യേശു എത്ര നല്ലവൻ. ഇത്ര നല്ല സ്നേഹിതനായില്ല വേറെ ആരുമേ, എന്റെ യേശു എത്ര നല്ലവൻ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവിക ദർശനം ലഭിച്ചവരുടെ ജീവിതത്തിലുണ്ടായ ദർശനത്തെക്കുറിച്ച് തിരുവചനം സാക്ഷിക്കുന്നുണ്ട്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിൻ്റെ ദർശനം യെശയ്യാവിന് ലഭിച്ചു. കർത്താവിൻ്റെ മഹത്വം ദർശിച്ച യെശയ്യാവിൽ പാപബോധം ഉളവായി. തുടർന്ന് യെശയ്യാവ് പറയുന്നത്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു മനുഷ്യൻ. യെശയ്യാവ് 6:5. യെശയ്യാവിൻ്റെ ഈ ഏറ്റുപറച്ചിൽ തന്നെ വിശുദ്ധിയിലേക്ക് നയിച്ചു. കർത്താവിന് ദർശനം ലഭിക്കുന്നതുവരെ തന്നെ നീതീകരിച്ച ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. കർത്താവിൻ്റെ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇയ്യോബ് പറയുന്നത്, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇയ്യോബ് 42:5-6 വാക്യങ്ങൾ. ഒരു രാത്രി മുഴുവൻ കടലിൽ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരുന്ന പത്രോസ് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം വല വീശുകയും പെരുത്ത മീൻകൂട്ടം ലഭിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ കൂടി കർത്താവിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് പത്രോസ് പറയുന്നത്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ. ലൂക്കോസ് 5:8. ദമസ്കസിലേക്കുള്ള യാത്രയിൽ കർത്താവിൻ്റെ ദർശനം ലഭിച്ച ശൗൽ പൗലോസായി രൂപാന്തരപ്പെട്ട് പറയുന്നത്, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. റോമർ 7:14. പത്മോസ് ദ്വീപിലെ ക്ലേശകരമായ അനുഭവമച്ചിയെ യോഹന്നാന് യേശുവിൻ്റെ ദർശനം ലഭിച്ചപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവ് തൻ്റെ വലങ്കരം യോഹന്നാൻമേൽ വെച്ചു. വെളിപ്പാട് 1:17. ദൈവിക ദർശനം ഒന്ന് മാത്രമാണ് നമ്മിൽ ആഴമായ പാപബോധം ഉളവാക്കുന്നത്. എല്ലാവരുടെയും ചിന്ത എനിക്ക് പാപമില്ല എന്ന. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. 1 യോഹന്നാൻ 1:8. എന്നാൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. റോമർ 3:23. അതുകൊണ്ട് നമ്മിൽ ആഴമായ പാപബോധം ഉണ്ടാവണം. അതിന് ദൈവിക ദർശനം ലഭിച്ചേ മതിയാകും. യെശയ്യാവിന് ലഭിച്ചതുപോലെയുള്ള ഒരു ദൈവിക ദർശനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക ദർശനം ലഭിച്ച യെശയ്യാവിൽ ഉണ്ടായ 2 അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആ അനുഭവങ്ങൾ നമ്മിലും ഉളവാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ അനുഭവം പാപബോധം. ദൈവിക ദർശനം വിശ്വാസിയിൽ ഉളവാക്കേണ്ടത് പാപബോധമാണ്. പാപബോധം യഥാർത്ഥമായ അനുതാപത്തിലേക്കും ഏറ്റുപറച്ചിലേക്കും യെശയ്യാവിനെ നടത്തി. പാപത്തിലുള്ള വിടുതലും ശുദ്ധീകരണവും യഥാർത്ഥമായ ഏറ്റുപറച്ചിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സദൃശവാക്യം 28:13. യെശയ്യാവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ തോൽവി എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കി. ശുദ്ധിയില്ലാത്ത ആദരം, നാവ് കൊണ്ടുള്ള പാപമാണ് തൻ്റെ ജീവിതത്തിലെ മുറുകെ പറ്റുന്ന പാപം എന്ന് യെശയ്യാവ് മനസ്സിലാക്കി. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണല്ലോ വായി സംസാരിക്കുന്നത്. കോപം നിറഞ്ഞ വാക്കുകൾ, ദയയില്ലാത്ത വാക്കുകൾ, മുറിപ്പെടുത്തുന്ന വാക്കുകൾ, സ്നേഹമില്ലാത്ത വാക്കുകൾ, വിനയമില്ലാത്ത വാക്കുകൾ, ആത്മീയ വർധന വരുത്താത്ത വാക്കുകൾ, ഇവയൊക്കെ നാവ് തന്നെയാണ്
പുറത്തേക്ക് കൊണ്ടുവരുന്നത് അത് പാപമാണ്. ഇവയെല്ലാം നമ്മെ ദിനംതോറും അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നവയാണ്. അതുകൊണ്ട് നമ്മെ അശുദ്ധമാക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കി അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറച്ചിലിൻ്റെ ഫലമായി സെരാഫുകളിൽ ഒരുവൻ യാഗപീഠത്തിൽ നിന്നും എടുത്ത തീക്കനൽ യെശയ്യാവിൻ്റെ വായ്ക്കൽ വെച്ച് അവനെ ശുദ്ധീകരിച്ചു എന്ന യെശയ്യാവ് 6-7 വാക്യങ്ങളിൽ വായിക്കുന്നത്. നമ്മുടെ പാപം ഏറ്റുപറയുമ്പോൾ പാപമോചനം മാത്രമല്ല, ശുദ്ധീകരണവും ലഭിക്കുന്നു. ശുദ്ധീകരിക്കപ്പെട്ടവരെ മാത്രമേ കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയൂ. രണ്ടാമത്തെ അനുഭവം സ്വയസമർപ്പണം. ദർശനം ലഭിച്ച യെശയ്യാവ് പറയുന്നത്, അടിയനിതാ അടിയനെ അയക്കണമേ. യെശയ്യാവ് 6:8. യെശയ്യാവ് വ്യവസ്ഥ പറയാതെ അടിയനിതാ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ചപ്പോൾ യെശയ്യാവിന് ശുശ്രൂഷ ചെയ്യുവാനുള്ള നിയോഗം ലഭിക്കുകയാണ്. ദൈവം നിയോഗിക്കുമ്പോൾ ആണ് വിജയകരമായി ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയുന്നത്. അല്ലാതെയുള്ള ദൗത്യം താൽക്കാലിക വിജയം നൽകുമെങ്കിലും ഒടുക്കം പരാജയമായിരിക്കും. ശത്രുത്വങ്ങളും പീഡയും അന്ധകാരത്തിൻ്റെ ശക്തിയും ഏറി വരുന്ന ഈ നാളുകളിൽ നമ്മുടെ ദൗത്യം ഫലകരമാകണമെങ്കിൽ യെശയ്യാവിന് ലഭിച്ചതുപോലെയുള്ള ദർശനവും പാപബോധവും സ്വയസമർപ്പണവും ആവശ്യമാണ്. അപ്പോൾ കർത്താവിന് വേണ്ടി ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വസ്തരായി നിൽക്കുവാൻ നമുക്ക് കഴിയും. കർത്താവെ, എന്നിലുള്ള അശുദ്ധ അവസ്ഥയെ കണ്ട് ഉണരുവാനും വിശുദ്ധി പ്രാപിപ്പാനും മഹത്വ ദർശനം എനിക്കും തരണമേ. ആമേൻ. പാടിടും ഹല്ലേലൂയ ഗീതം